നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ അവിടെ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ഈ മാപ്രകളെ ഭയങ്കര ഇഷ്ടമാണ്. മലയാള മനോരമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാള മനോരമയിൽ വന്ന ഒരു സംഗതിയാണ്, പുതിയ സർക്കാരിന് ശ്വസിക്കാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല, ചെറിയ വീഴ്ചകൾ പോലും വിമർശിക്കുന്നുവെന്ന് മലയാള മനോരമ. എന്തൊരു വേദനയല്ലേ മലയാള മനോരമയ്ക്ക്. കോൺഗ്രസ് പത്രമായതുകൊണ്ടായിരിക്കാം. എന്തൊരു വേദനയാണ്. ഒന്ന് ശ്വസിക്കാൻ സമയം കൊടുക്കൂ, ഒന്ന് ഇരിക്കട്ടെ, കുറെ ശ്വസിക്കട്ടെ എന്നാണ് മലയാള മനോരമ പറയുന്നത്. ഇമാതിരി വർത്താനമൊന്നും മലയാള മനോരമ എന്ന് ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല. ശരി, പൊട്ട്. അടുത്തൊരു വാർത്ത. PM ശ്രീ പദ്ധതി നടപ്പാക്കൽ ഒപ്പുവെച്ചാൽ കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മാറ്റാനാകുമെന്ന് മലയാള മനോരമ. കൊള്ളാല മനോരമേ, ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഇവിടെ LDF ഭരിക്കുമ്പോൾ പറഞ്ഞിരുന്നേ. ഒപ്പുവെക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും BJPയും തമ്മിലുള്ള ബാന്ധവമാണ്. ഇവന്മാരെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഒരു ബന്ധമുണ്ട്. ആരെ? പിണറായി വിജയനും BJPയും തമ്മിൽ. CPMഉം BJPയും ഒത്തുകളിക്കുന്നു. അതാ BJPക്ക് അടിമപ്പെടുന്നു. ആര്? ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാര് എന്ന രീതിയിലൊക്കെ വാർത്ത വരത്തില്ലയോ? ഒപ്പിടാത്ത PM ശ്രീ പദ്ധതി ഒപ്പിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിച്ച ടീമല്ലേ ഈ പറയുന്നതൊക്കെ. എന്തേ നാവടങ്ങിപ്പോയോ? ഇപ്പം എന്താ പറയുന്നേ? ഒപ്പുവെച്ചാൽ കേന്ദ്രത്തിന്റെ കുറച്ച് സാമ്പത്തിക ഉപരോധം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാനാകും, അതുകൊണ്ട് ഒപ്പുവെക്കുന്നതാവും നല്ലത്. ഇങ്ങനത്തെ ഒരു നിലപാട് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് മനോരമ എടുത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മനോരമ എടുത്തിട്ടില്ല. ഇനി അതൊക്കെ പോട്ടെ, ഒരു പുതിയ വാർത്തയുണ്ട്. ആ വാർത്തയോടൊപ്പം നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ആ വാർത്തയിലേക്ക് പോകാമെന്നുള്ളതാണ്. കാരണം അല്ലാതെ ശരിയാവില്ല, നിങ്ങൾക്കല്ലാതെ കാര്യങ്ങൾ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. സംഗതി ഇതാണ്, ഒരു ഒഴിപ്പിക്കൽ പരിപാടി നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിങ്ങനെയാണ്. ഇതൊരു പക്ഷേ എന്റെ വീഡിയോ കാണുന്ന ആളുകൾ 1, 2, 3, 4 തവണ കണ്ടിട്ടായിരിക്കും. ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്നുമല്ല പറയുന്നത്, ഇതിനെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഇന്നത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന ചില വാർത്തകളെ കുറിച്ചാണ്. എന്റെ സൈഡിൽ നിങ്ങൾക്ക് കുറെ പത്രങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ദേശാഭിമാനിയുണ്ട്, മലയാള മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, കേരള കൗമുദിയുണ്ട്, ചന്ദ്രികയുണ്ട്. നോക്കൂ, ദളിതരായിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ആട്ടിപ്പുറത്താക്കപ്പെടുകയാണ്. ഇവിടെ ദളിതൊരു മന്ത്രിയില്ലേ ഇടപെടേണ്ട ആ വിഷയത്തിൽ? ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്തയല്ലേ 1-ാം പേജിൽ വരുന്നത്? കുടിയിറക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടി നടപ്പിലാക്കാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ. കുടിയിറക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടി, ഒരു ജനതയുടെ എത്ര കാലമായിട്ട് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ കുടിയിറക്കപ്പെടുക എന്ന് പറയുന്ന പരിപാടി ഭയങ്കര വേദനാജനകമായ പരിപാടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്തയിലെ വരേണ്ടത്, നോക്കും, മലയാള മനോരമയായിട്ട്, മാതൃഭൂമിയായിട്ട്, കേരള കൗമുദിയായിട്ട്, ചന്ദ്രികയായിട്ട് ഈ വാർത്ത കൊടുത്തിട്ടേയില്ല. ഈ വാർത്ത കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ആകെ ഒരൊറ്റ മാധ്യമമാണ് കൊടുത്തിട്ടുള്ളത്, അത് ദേശാഭിമാനി. 3-ാം നാൾ ദളിത് വേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. 3-ാം നാൾ ദളിത് വേട്ട എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അല്ലാതെ വേറൊരു മാധ്യമങ്ങളും ഈ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടില്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. വേറൊരു മാധ്യമങ്ങളെ എത്തിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എത്തിക്കുന്നില്ല? ഇവിടെ ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. UDFന് അപകടമാവുന്ന ഒരു വാർത്തയും ആര് കൊടുക്കില്ല? ദേശാഭിമാനി ഒഴികെ ഒരു പത്രവും കൊടുക്കില്ല. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ ഏതൊക്കെ പത്രങ്ങളാണ് UDFനൊപ്പം നിന്നിട്ട് ഈ ഒരു കഴിഞ്ഞു പോയ പിണറായി വിജയൻ സർക്കാരിനെ തകർക്കാൻ ശ്രമിച്ചിരുന്ന പത്രങ്ങൾ? ഏതൊക്കെ മാധ്യമങ്ങൾ? അപ്പം മലയാള മനോരമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇവിടെയുള്ള വാർത്താ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ഇത് പ്രിന്റ് മാധ്യമമല്ലേ, മാതൃഭൂമിക്ക് വേണ്ടിയുള്ള ദൃശ്യമാധ്യമങ്ങൾ, കേരള കൗമുദിക്ക് വേണ്ടിയുള്ള ദൃശ്യമാധ്യമങ്ങൾ, ചന്ദ്രികയ്ക്ക് വേണ്ടിയുള്ള ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ കഴിഞ്ഞ തവണത്തെ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് വാർത്തകൾ ചമച്ചുകൊണ്ടേയിരുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ മാന്യതയുടെ ഒരു അംശം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത കൊടുക്കണമായിരുന്നു. പക്ഷെ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം മുഴുവൻ കൊടുത്തിരിക്കുന്നത് കുറ്റിയേറി, കുറ്റിതെറിച്ചു, കേരളയിൽ പിഴുതെറിഞ്ഞു എന്ന് പറയുന്ന വാർത്തകൾ. അതിൽ കേരള കൗമുദിയിലും മാതൃഭൂമിയിലും ഒരേ ഹെഡിങ് ആണ്, കുറ്റിതെറിച്ചു. ഒരാൾക്കാരവൻ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവുക, പോട്ട്, അവർ തമ്മിൽ എന്താ പറയുക, ഒരു അന്തർധാര സജീവമാണെന്നാണ് വിചാരിക്കുക. എന്തൊക്കെ അന്തർധാര സജീവമാണെങ്കിലും വാർത്തകൾ ഇങ്ങനെ
ഒരു നാണവും മാനില്ലാതെ ഇങ്ങനെ കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താമാധ്യമങ്ങൾ ഇനി വരുന്ന 5 വർഷക്കാലവും. ഈ മേലെ വായിച്ച ദേശാഭിമാനി ഒഴികെയുള്ള മറ്റു പത്രങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളൊന്നും നിങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല എന്ന് ഇപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളുക. വെറുതെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇമാതിരി പത്രങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് യാഥാർത്ഥ്യത്തിൽ നിന്ന് തലയൂരി നടക്കുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കട്ടെ. എല്ലാ ആശംസകളും. ബൈ.